എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ചൂട് ആദ്യം അനുഭവിക്കുകയാണ് പാലക്കാട്. രാത്രിയൊക്കെ നല്ല ചൂടാണ്, കിടക്കാൻ പറ്റുന്നില്ല. പാലക്കാട് പകലിൻ്റെ ചൂട് രാത്രിയും ഉണ്ട്. ഭയങ്കര ചൂട് തന്നെയാണ്, സഹിക്കാൻ പറ്റില്ല. ഭയങ്കര ചൂടാണ്. ഈ സമയത്തൊന്നും ആക്ച്വലി പുറത്തിറങ്ങാൻ പോലും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. വളരെ ശരീരത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ കൂടുതലാണ്, താങ്ങാൻ കഴിയാത്ത ചൂടാണ്. ഞങ്ങൾ രാമനാഥപുരം, ഞങ്ങൾ അവിടെ നിന്ന് വന്നതിനേക്കാളൊക്കെ ചൂട് കൂടുതലാണ് അവിടെ. വർഷം തോന്നിയിട്ടില്ല, എപ്പോഴും വേർക്കാനാണ് എൻ്റെ ഞങ്ങളെ എൻ്റെ അവിടെ അവസ്ഥ എപ്പോഴും കയറിയിട്ടുള്ളൂ. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ടൈമുള്ള ഇതിനുള്ള പ്രിക്കോഷൻസ് അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കണം. കാര്യം ഇത് സൂര്യതാപം ഉണ്ടാവും, കുറേ ആൾക്കാർക്ക് ആരോഗ്യപരമായിട്ടൊരു ആഫ്റ്റർ 50 ഏജിനാണ് കൂടുതൽ ബാധിക്കുന്നത്, പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ളത്. അപ്പോൾ ആരോഗ്യവകുപ്പ് ഇതിന് ഒരു പ്രോഗ്രാം കൊണ്ടുവരണം. കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാടാണ്. ഞങ്ങൾ AC-ൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ സാധാരണ ഈ കെട്ടിട പണിക്കാർ, കൂലിപ്പണിക്കാർക്കാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കാരണം എൻ്റെ അമ്മയടക്കം കെട്ടിട തൊഴിലാളിയാണ്. അപ്പോൾ ഈ ചൂടത്ത് അവർ കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവരുടെ ടൈം ക്രമീകരിക്കുക. രാത്രിയൊക്കെ നല്ല ചൂടാണ്, കിടക്കാൻ പറ്റുന്നില്ല. കാരണം ഫാൻ ഉണ്ടായിരുന്നിട്ടും നമുക്ക് കിടക്കാൻ പറ്റാതെ പിന്നെയും മേലെ വെള്ളം ഒഴിച്ചിട്ട് വന്നിട്ട് പിന്നെ രണ്ടാം പ്രാവശ്യം വന്ന് കിടക്കണ മാതിരിയുള്ള അവസ്ഥയാണ്. നല്ല ഇവിടെ ആയതുകൊണ്ട് അവസ്ഥ ഒരു 9:30 മണി വരെ ഞങ്ങൾക്ക് നല്ല അസ്വസ്ഥതയാണ്. കാരണം ഇവിടെ നമുക്ക് നിൽക്കുന്നത് കൊണ്ട് നല്ല സമാധാനമുണ്ട്. Unbearable heat ആണ്. We are not experienced this kind of heat in Palakkad so long. 81-ലാണ് തോന്നുന്നു 41 ടച്ച് ചെയ്തത്. But this is unbearable. പിന്നെ ആഡഡ് വെഹിക്കിൾസ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് തോടുകളുണ്ടായിരുന്നു. ഇന്നവിടെ തോട്, കുളങ്ങളവിടെ. ഭയങ്കര ചൂട് തന്നെയാണ്, സഹിക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നില്ല. ഭയങ്കര ചൂടാണ്. ഈ സമയത്തൊന്നും ആക്ച്വലി പുറത്തിറങ്ങാൻ പോലും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഇനി ഒരു മാസം കൂടി എങ്ങനെ കഴിച്ചു കൂട്ടുമെന്ന് അറിയില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പാലക്കാട് ചൂടിപ്പോൾ നല്ല ചൂടാണ്, കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു രാവിലെ ഒരു 8 മണി 9 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. പിന്നെ രാത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഴുക്കം പോലെ, നമ്മൾ എപ്പോഴും ഒരു സമ്മറിലൊക്കെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും, അതില്ല ഇപ്പോൾ. ரொம்ப அதிகமாக தான் இருக்குது. போன டைம் விட இந்த டைம் ரொம்ப ஓவராக தான் இருக்குது. வெயில் வீட்டில் ரொம்ப ചൂട് தான். നൈറ്റാക്കും ഉറങ്ങണ പറ്റില്ല. പാലക്കാട് പിന്നെ പ്രത്യേകിച്ച് നല്ല ചൂടാണല്ലോ. 46 ഡിഗ്രി വരെ സെൽഷ്യസ് ആണ്, നല്ല ചൂടാണ്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വെച്ചാൽ അയ്യോ നല്ല ചൂടാണ്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു നല്ല ഒരു ആശ്വാസമാണ്. പാലക്കാട് പകലിൻ്റെ ചൂട് രാത്രിയും ഉണ്ട്. ചൂട് കുറവൊന്നുമില്ല, നല്ല ചൂടാണ്. ആയാലും ചൂട് നമുക്ക് കൂടിയാ വരിക, തള്ളി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാരണം ഇങ്ങനെ പോവുകയാണ്, നമ്മൾ സ്ഥിരം ഇത് അനുഭവിക്കുകയല്ലേ. എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ചൂട് ആദ്യം അനുഭവിക്കുകയാണ് പാലക്കാട്. ഇത് പ്രത്യേക ചൂട്, ആളെ കൊല്ലുന്ന ചൂട്. ഇത് പിടിച്ച 2 മഴ വേണം, മഴ പെയ്യാണ്ട് രക്ഷയില്ല, അനുഭവിക്കുക തന്നെ, വേറെ ഒന്നുമില്ല.